എൻ്റെ റൂത്തുമോളായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഈ പ്രഗ്നൻസിയിലെ ഏറ്റവും വലിയ സപ്പോർട്ട്. കാരണം ഞാനും അവളും മാത്രമായിരിക്കുമ്പോഴൊക്കെ എനിക്ക് വൊമിറ്റിങ് വരുമ്പോഴും എനിക്ക് എന്ത് ചെറിയ വേദന വരുമ്പോഴും ഓടി വന്നിട്ട് എന്താ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട്, ഒരു ചെറിയ കുട്ടിയാണെങ്കിലും അവളുടെ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും വിഷമവും ഒക്കെ കൂടിയിട്ടൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എന്തായാലും അവൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഹലോ ഹലോ, അപ്പോ ഇപ്പൊ തൊട്ടാ നീ ഓപ്പൺ അല്ലേ? ഹലോ, അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ പ്രഗ്നൻസി ജേർണിയിൽ നല്ല സുഖക്കുറവ് തോന്നുമല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ, എപ്പോഴല്ല. അപ്പോൾ ഇന്ന് എനിക്ക് മസാജ് തരുന്നത് എൻ്റെ കുട്ടിയാണ് കേട്ടോ, എൻ്റെ റൂത്തൂസാണ്. അപ്പൊ അവള് അതേ തന്നെ ഞാൻ പ്രഗ്നന്റ് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ കാല കുഴിഞ്ഞിരും, പിന്നെ ഇടയ്ക്ക് വന്ന് തലേക്കൊന്നും ഇങ്ങനെ മസാജ് തരും. അപ്പൊ തന്നെ ഒരു സുഖമാണ് കേട്ടോ. കുഞ്ഞു കുട്ടിയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ആരെങ്കിലും നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെയ്ത് തരുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ നമുക്ക്. ഡ്രസ്സൊക്കെ എടുത്ത് വെക്കൂട്ടെ. പിന്നെ എൻ്റെ ഞാൻ ഇപ്പോൾ അങ്ങനെ മടക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ചേച്ചി വെച്ചുതരും. ഞങ്ങളുടെ അലമാരയിലൊന്നും വെക്കില്ല, ഇവിടെ പുറത്ത് വെച്ചുതരും. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയി റൂത്തൂസ് ഏതൊക്കെ ഇതിലാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എടുത്ത് വെച്ച് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ റൂത്തൂസിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ എടുക്കാൻ കാരണം ഞാനിതിങ്ങനെ ഞങ്ങൾ കിടക്കണം കണ്ടപ്പോൾ റൂത്ത് പറഞ്ഞു അമ്മയ്ക്ക് മെസ്സേജ് തരട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ അതൊന്നും കുഞ്ഞു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നൈറ്റ് പൊതിച്ച് തരും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. പാട്ട് അപ്പോൾ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആള് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ വന്ന് വെച്ചു തരും കേട്ടോ. ഭയങ്കര ഹെൽപ്പാണ് റൂത്തൂസ്. എനിക്ക് ഏറ്റവും ഹെൽപ്പ് റൂത്തൂസാണ്. അപ്പം റൂത്തൂസ് ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫസ്റ്റ് സ്റ്റേജ് റൂത്തൂസ് നമുക്ക് മസാജ് ചെയ്ത് തരില്ല കേട്ടോ, കാല്. അങ്ങനെ കുറച്ച് ടൈമൊക്കെ റൂത്തൂസ് ചെയ്ത് തരും. കുറച്ച് സമയം ചെയ്ത് ചിലപ്പോൾ പെട്ടെന്നൊരു ഉൾവിളി പോലെ ഇടയ്ക്കിങ്ങനെ ഇറങ്ങിപ്പോവും. പിന്നെ ചിലപ്പോൾ എൻ്റെ കൂടെ വന്ന് കിടക്കും, പിന്നെ ഒഴിയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ റൂത്തൂസ് ചെയ്യുക. ആൾക്കിങ്ങനെ ചെയ്തു എന്ന് പറയുന്നൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര രീതിയിലുള്ള മസാജിങ് അതൊക്കെ ഇവിടെ കണ്ടായിരുന്നേന്ന് എനിക്കറിയില്ല. തായ്ലാൻഡിൽ പോയപ്പോഴാണോ എന്നറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അത് ഇങ്ങനെ മാന്തി തരല്. പക്ഷെ അലക്സ് കുറേ മാന്തിയിട്ട് എപ്പോഴും പാട് വീഴും കേട്ടോ കാലിന്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും നല്ല ഇപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം ഇടാം. അപ്പം അങ്ങനെ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഇവരെ പാട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇടാൻ തോന്നില്ല കേട്ടാ എന്നൊക്കെ പറയും. എന്നാലും ഇത് ഈ മാന്തുമ്പോൾ കിട്ടണ ആ ഒരു ആശ്വാസം ബെറ്ററാണ്. ദൈവമേ, കാലിൻ്റെ വിരലുകൾക്ക് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കാനോട് ശരിക്കും അവർ പഞ്ചില് ചെയ്യണില്ല കേട്ടോ. വീഡിയോ എടുക്കാന്ന് മനസ്സിലായി. കാരണം ആൾ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്തില്ല. ടൈമൊന്നും പാട്ട് വെച്ച റോട്ട് എൻ്റെ വീഡിയോയിൽ അത് ഇതായി പോകുന്നു പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ ആള് പാട്ട് ഓഫ് ചെയ്ത് എൻ്റെ ഒരു മൂഡ് ഓഫിലാണ്. എന്നാൽ ഈ റൂത്ത് പാട്ട് വെച്ചോ, അമ്മ വോയിസ് ഓവർ കൊടുക്കാം. സോങ് വെച്ചു.
നമ്മുടെ മസാജിൻ്റെ ഇടയിൽ നമ്മുടെ ആള് ഇവിടെ ചെറുതായിട്ട് മൂവ് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. എൻജോയ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ റൂത്തൂസ് നോക്കി ഇങ്ങനെ ചെറിയൊരു കുഞ്ഞി കൈ കൊണ്ട് നമ്മളതിനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വരെ നമുക്ക് ഓരോ ഭാഗങ്ങൾ നല്ല സുഖമാണ്. എൻ്റെ കൂടെ എല്ലാവരും ഈ സമയത്ത് ഉണ്ടായിരുന്ന പോലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് എൻ്റെ റൂത്തൂസ് ആയിരുന്നു കേട്ടോ. എന്നൊരു ചെറിയ കുട്ടി കൂടെ ഉണ്ടായിട്ട് എന്തോ ഉപകാരം എന്നല്ല, എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു റൂത്തു. എനിക്ക് തോന്നുന്നു മസാജ് ചെയ്യാൻ തോന്നുകയാണ്. ഇപ്പൊ തോന്നണില്ലേ കഴിഞ്ഞ? ഓക്കെ, കുറച്ചേരൊക്കെ ചെയ്തൊന്നു അല്ലേ? അപ്പൊ കളിക്കണം മൂടായി. പെട്ടെന്ന് മൂട് പോവും. അമ്മയ്ക്ക് എന്താ റൂത്തൂസിന് ഇങ്ങനെ തോന്നണ മസാജ് തരാന്നൊക്കെ? ടാറ്റ പറഞ്ഞ ടാറ്റ. എന്താ പറയാ വീഡിയോ അവസാനിക്കുമ്പോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ബൈ. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. എപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ 9th മന്ത് വരെ ഈ ഒരു സഹായം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഒരു റൂത്തു എൻ്റെ മോള് മാത്രമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നുണ്ട് കേട്ടോ എനിക്ക് റൂത്തൂസ്. കാരണം കുറേ അവളെ നോക്കി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വന്നിട്ടില്ല. എന്നെ മനസ്സിലാക്കി, ഞാൻ അവളെ മനസ്സിലാക്കി. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ ഇപ്പോൾ ശരിക്കുള്ളത്.